ഹായ് ഹലോ അസ്സാം വലൈക്കും. ഞാൻ ഇന്നൊരു പോട്ട് വർക്കാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു പഴയ ഒരു മങ്കുട ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പം അതുമൊന്ന് അതൊക്കെ വരണ്ടി ആദ്യം ഒന്ന് കടലാസിട്ടൊന്ന് വരുതി കളഞ്ഞിട്ട് അതിമൊരു നമുക്കൊന്നൊരു വൈറ്റ് കോട്ടടിച്ച് ചെയ്യാം കേട്ടോ. അതിന് ഫസ്റ്റ് ഒരു വൈറ്റ് കോട്ട് അടിച്ചതിന് ശേഷം അത് നന്നായിട്ട് ഉണങ്ങിയിട്ട് ഇനാമൽ പെയിൻ്റാണ് ഞാനത് മടിക്കുന്നത്. നല്ലൊരു ഗ്ലേസിങ് ആണ് ഇനാമൽ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് നമുക്ക് പിന്നെ രണ്ടാമത് കോട്ട് അടിക്കുന്നത് ഇനാമൽ പെയിൻ്റാണ് കേട്ടോ. അപ്പോൾ ഇനാമൽ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നന്നായിട്ട് അത് ഉണങ്ങണം, അല്ലെങ്കിൽ കൈമേലൊക്കെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് നമുക്ക് ഫെവിക്രില്ലോണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അത് തൊട്ടിട്ടൊന്നും കൈമ ഒട്ടിപ്പിടിക്കുന്നില്ല. പിന്നെ ഇത് ഫെവിക്രില് മോൾഡിറ്റ് ഫെവിക്രിലിൻ്റെ ഒരു ഇതാണ്, അതുകൊണ്ടാണ് നമ്മൾ അപ്പോൾ അതിൻ്റെ രണ്ടെന്നും പകുതി ചെടുത്തിട്ട് പൗഡറും ഇട്ടിട്ട് നല്ലോണം മിക്സാക്കുക ചെയ്യുക. അതായത് ചെറിയ റോളുകളാക്കിയിട്ട് പെറ്റൽസ് ഉണ്ടാക്കുക. റോസിൻ്റെ പെറ്റൽസാണ് ഞാൻ ഉണ്ടാക്കുന്നത്, റോസ് പൂവിൻ്റെ. നന്നായി പരത്തിയതിന് ശേഷം അതിൻ്റെ പൗഡർ ഇട്ടിട്ടാണ് കേട്ടോ അത് അല്ലെങ്കിൽ ഇത് കൈമ ഒട്ടി പിടിച്ചും കൊണ്ട് നിൽക്കും. അപ്പോൾ ഇതാ ഈ ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടോ. അങ്ങനെയാണ് ഞാൻ ഫ്ലവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കുറച്ചൊക്കെ ഫ്ലവർ ഞാൻ അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഫ്ലവർ ഞാൻ ഇതുമതായി പോട്ടുമ്പോൾ ഒട്ടിച്ചു കൊടുത്തു. അതിനൊരു 2-3 ലീഫൊക്കെ ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ ആ ക്ലേ കൊണ്ട് തന്നെ ഒരു വള്ളിയൊക്കെ വരച്ച് ലീഫൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അത് ഒട്ടിച്ചിട്ടുണ്ട്. അത് താനേ ഒട്ട് തന്നെ ചെയ്യും കേട്ടോ. പശ ഒന്നും വേണ്ട ആവശ്യമില്ല. ഈ ക്ലേ ഒരു പൊട്ടിപ്പിടിക്കുന്ന ഒരു ഐറ്റമാണ്, അപ്പോൾ അത് പെട്ടെന്ന് ഒട്ടും. അപ്പം ഇനി നമുക്ക് വേണ്ടത് റെഡ് കളറാണ്. ഫെവിക്രിലിൻ്റെ റെഡ് കളറാണ് വേണ്ടത് ആ ഫ്ലവറിന് കൊടുക്കാൻ. ഒരു പോയിൻ്റ് ബ്രഷ് എടുത്തിട്ട് നമുക്ക് അതൊന്ന് ഫ്ലവർ കളറ് കൊടുക്കുക, റോസ് കളറ് കൊടുക്കുക. നമുക്ക് ഐഡിയക്ക് അനുസരിച്ച് എങ്ങനെ ഇത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായിട്ട് എൻ്റെ അടുത്ത് ആകെ ഫെബ്രിക്കിൽ ഒരു പാക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത്രേ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. കൂടുതൽ ഫ്ലവർ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു പാക്കറ്റ് കൊണ്ട് ഇത്രേ പറ്റുന്നുള്ളൂ. പിന്നെ ലീഫിന് നമുക്ക് ഗ്രീൻ കൊടുക്കാം. അപ്പം അത് ആ ഗ്രീനും പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ എത്രയാണ് ഇതിന് പോട്ടിന് ചെയ്തിട്ടുള്ളത്. പിന്നെ എൻ്റെ കയ്യിലൊരു ലേസ് ഉണ്ടായിരുന്നു. അത് ആ ലേസ് ആ നെക്കിലൊന്ന് ഫെവിക്രിൽ വെച്ച് ഒട്ടിച്ചു കൊടുത്തു. അതേപോലെ ആ ലാസ്റ്റ് ഞാനൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. എൻ്റെ അടുത്ത് കയ്യിലുണ്ടായിരുന്നു ആ ലേസാണത്. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്ത പോട്ട് വർക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ കമൻറ്റ് ബോക്സിലായിട്ട് നിങ്ങളെ കമൻറ്റുകൾ അറിയിക്കുക.
പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.